വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ അരിപ്പൊടിയെല്ലാം നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതാ ഇവിടെ തേങ്ങയും പരിപ്പും പഞ്ചസാരയും ഇട്ട് മിക്സാക്കി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതും ഇട്ട് മിക്സാക്കി ഒരു ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്താണ് എനിക്ക് പണ്ട് നടന്ന ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. ഒരിക്കലും ഉമ്മ മീനെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുമല്ലോ കുറച്ച് സമയം. അപ്പോൾ അതങ്ങനെ നന്നായി മസാലയെല്ലാം ഇട്ട് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടേക്ക് വന്ന ഒരാൾ ഇത് റെഡി ആയെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും എടുത്ത് വിളമ്പുകയാണ്. ഈ മീൻ ഫ്രൈ എല്ലാം ചെയ്ത് റെഡി ആയെന്ന് വിചാരിച്ചിട്ട്. അതെന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്, നല്ല മീൻ വറ്റിച്ചത്. അത് നല്ലോണം ഗ്രേവിയെല്ലാം പൊതിഞ്ഞ് നിന്ന് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ട് മൂപ്പരെന്ത് ചെയ്തു, ഇതെല്ലാവർക്കും എടുത്തു കൊടുത്തു. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്താണ് എല്ലാവരും വിചാരിച്ചത് ഇതെന്തിങ്ങനെ ഇതൊന്നും റെഡി ആയിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു അരി ഉണ്ടല്ലോ ചെറുതായിട്ടൊരു ബോൾസ് പോലെ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു പായസം കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.